ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചെടികൾക്ക് മാറി മാറി ഒരുപാട് വളങ്ങൾ കൊടുക്കാറുണ്ട്. ഓർഗാനിക്കൽ വളം കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ വളങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ വളം മാറി മാറി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാകാനും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെയാണ് നമ്മൾ ചെടികൾക്ക് വളങ്ങൾ മാറി മാറി കൊടുക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 5 പൈസ ചിലവില്ലാതെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന 4 കിടിലൻ ഓർഗാനിക് വളമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുക്കരുത്, 2 ദിവസം മുന്നത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാകുള്ളൂ. പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് ഒരുപാട് കാൽസ്യം ഉള്ളത്. നമുക്ക് ഒരുപാട് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് പുളിച്ച കഞ്ഞിവെള്ളം. അതുകൂടാതെ ഒരുപാട് മൂലകങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ അയൺ അങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. കഞ്ഞിവെള്ളം കറിവേപ്പില ചെടികൾക്ക് നമുക്ക് വെള്ളത്തിൽ കഞ്ഞിവെള്ളം മാത്രം തന്നെ വെള്ളത്തിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചത് ചാരമാണ് കേട്ടോ. ചാരം നമുക്കറിയാം ഒരുപാട് നമുക്ക് വളമായിട്ട് ചാരം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചാരമല്ല. ചാരത്തിൽ ഒരുപാട് പൊട്ടാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, നൈട്രജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു മൈക്രോ മൂലകങ്ങൾ ഒരുപാടുള്ള ഒരു ഇതാണ് ചാരം. അപ്പോൾ ഈ ചാരം നമുക്ക് ഇലകൾക്കൊക്കെ എന്തെങ്കിലും പുഴുക്കടി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചാരം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ നല്ലതാണ്. പണ്ട് മുതലേ കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ ചാരം തെങ്ങിനും വാഴക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളതല്ലേ. അപ്പോൾ ചെടികൾക്ക് നമുക്ക് ചാരം നല്ല രീതിയിൽ ഉപയോഗിക്കട്ടോ. അപ്പോൾ ഈ ചാരം കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഓർഗാനിക് വളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം ഞാൻ കുറച്ചാണ് എടുത്ത് വെച്ചത്. കാരണം ഒരുപാട് ചെടികൾക്ക് നിങ്ങൾക്ക് ഞാൻ 4 വളങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വളങ്ങൾ മിസ്സാവണ്ടല്ലോ, വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നിങ്ങൾക്കൊരു സാമ്പിളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ചാരം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു വളം നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം അല്ലേ. വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ NPK കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ഗ്രാമിന് 5 ലിറ്റർ വെള്ളമാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ ഒഴിക്കുകയുള്ളൂ. ഇതിലേക്ക് അത് നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ചെടികൾക്ക് നല്ല ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കരടുകളൊന്നും കുടുങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് അരിപ്പ വെച്ച് അരിക്കാൻ പറയുന്നത്. അപ്പോൾ അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടിലം വളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പൂക്കളുണ്ടാവാത്ത ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനും നല്ല കരുത്തുണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ വേരിൻ്റെ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു വളം. അതുപോലെ നമ്മുടെ കരിവേപ്പില ചെടിക്ക്, പച്ചമുളക് ചെടിക്കൊക്കെ ബെസ്റ്റ് വളമാണ്. നമ്മുടെ ചാരവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കീടനാശിനിയും കൂടിയാണ് നമ്മുടെ ചാരം കേട്ടോ. പൊട്ടാഷൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാവാനും ഇലകൾ വളരാനും ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരുപാട് മൂലകങ്ങൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിലും ചാരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ബെസ്റ്റ് വളമാണ് നമ്മുടെ ചാരവും കഞ്ഞിവെള്ളം. അപ്പോൾ ഒന്നാമത്തെ ഫെർട്ടിലൈസർ, അതായത് ഒന്നാമത്തെ ഓർഗാനിക് വളം ഇതാണ് കേട്ടോ, ഈ ഒരു വളമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്കറിയാം പഴത്തൊലി, ബനാന ഫീൽ എന്ന് പറയും. നമ്മളെ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ച് ഇതിപ്പോൾ 3-4 ദിവസമായി പോയിട്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് വെച്ചിട്ടൊരു 3 ദിവസം ആകുമ്പോഴേക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന് ചെറുതായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു വളമാണ് കേട്ടോ. നമുക്കറിയാം പഴത്തൊലിയിൽ ഒരുപാട് എന്തുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ പൊട്ടാഷ് ഉണ്ട്, സിങ്ക് ഉണ്ട്. വേരിൻ്റെ വളർച്ചയ്ക്കും കരുത്തും പകരാനൊക്കെ നമുക്ക് എന്താ വേണ്ടിയത്, ഫോസ്ഫറസ് നല്ലതാണല്ലേ. പൊട്ടാഷ് നമുക്ക് നല്ല പൂക്കൾ ഉണ്ടാവാനും നന്നായിട്ട് ചെടികൾ വളരാനൊക്കെ പൊട്ടാഷ് വേണം അല്ലേ. പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൊട്ടാഷ്. അപ്പോൾ ഫോസ്ഫറസും പൊട്ടാഷൊക്കെ നമ്മളെ ചെടികൾക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ടുള്ളതാണ് നമ്മളെ പഴത്തൊലിയിൽ. ഇപ്പം പഴത്തിൻ്റെ ഇലയിലും അതിൻ്റെ കൂമ്പിലും ഒക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെ അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളെ ചെടികൾക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച ചെടികൾക്ക് കൊടുക്കാതെ അതിന് ശേഷം ഇങ്ങോട്ടുള്ള ചെടികൾക്കാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം എല്ലാ വളവും നമ്മൾ ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളവും ചാരവും കൂടിയുള്ള നല്ലൊരു ഓർഗാനിക് വളം, അതൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ നമ്മുടെ പഴത്തൊലി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ദിവസം നമ്മൾ പഴം അധികം കഴിക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. അടുത്തതാണ് നമ്മുടെ മുട്ടത്തോട് നമുക്കറിയാം. മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുന്നേ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ കാണാത്തവരെന്തായാലും ഉണ്ടെങ്കിലും ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കാണണം കേട്ടോ. അപ്പോൾ മുട്ടത്തോട് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഏത് ഓംലേറ്റിനൊക്കെ പൊട്ടിക്കുന്ന മുട്ടാണ് കേട്ടോ, അല്ലാണ്ട് പുഴുങ്ങിയ മുട്ടല്ല. ആ മുട്ട നമ്മൾ മുട്ടത്തോട് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരു 3-4 ദിവസം നമ്മൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കുക. അല്ലാതെ ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ കുറേ ദിവസം എടുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ചെടിക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കാൽസ്യത്തിൻ്റെ കലവറയാണ് നമ്മൾ മുട്ടത്തോട് അല്ലേ. മുട്ടത്തോട് ഒരു 80, 85, 90% നമ്മുടെ ഈ ഒരു മുട്ടത്തോടിൽ കാൽസ്യമാണുള്ളത്. ബാക്കിയാണ് എന്തൊക്കെയുള്ളത്, പൊട്ടാഷ്യം, അയൺ, സിങ്ക്, ഫോസ്ഫറസ്, കോപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാക്കിയാണുള്ളത്. കൂടുതൽ എന്താ ഉള്ളത്, ഇതിൽ കാൽസ്യമാണുള്ളത്. അപ്പോൾ നമ്മൾ അതൊരു ജാറിലിട്ടിട്ട് ജാറും ഉണങ്ങിയതാവണം. മുട്ടത്തോട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്കത് ജാറിലിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ല പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകാനും പെട്ടെന്ന് ബേബി പ്ലാന്റ് വരാനൊക്കെ നമുക്കൊരു പൈസൻ്റെ മുടക്കില്ല. കാരണം നമുക്ക് 5 പൈസ ചിലവില്ലാതെ നമുക്ക് ആക്കാൻ പറ്റുന്നൊരു വളമാണ്. നമുക്കിത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നല്ലൊരു ടിന്നിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുട്ടത്തോട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു അരി പൊടിച്ച പോലെയൊക്കെ പൊടി നല്ലോണം പൊടിഞ്ഞു വരും. അത് നമുക്ക് നല്ലൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മുട്ടത്തോട് പിന്നെ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാതെ, അതായത് നമ്മൾ ചെടികൾക്ക് ഇങ്ങനെ ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാതെ, പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു, ചെടീൻ്റെ ചുവട്ടിലായിരുന്നു കേട്ടോ മുട്ടത്തോട് ഇട്ട് കൊടുക്കുക. ആ മുട്ടത്തോട് ചെടീൻ്റെ ചുവട്ടിലിട്ടാൽ നമുക്ക് ഇത് നമുക്ക് ഒരു ഒച്ചൊക്കെ വരുമ്പോൾ ഉച്ചക്ക അതിൽ എഴിഞ്ഞ് വരുമ്പോൾ അത് ഇതാവും. പക്ഷേ അതിനെക്കാട്ടും നമുക്ക് ചെടിക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പൊടിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. പൊടിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിക്ക് നല്ലൊരു കരുത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അധിക ദിവസം ഇപ്പം എൻ്റെ അടുത്ത് കയ്യിൽ മുട്ടത്തോടിൻ്റെ പൊടി കുറച്ച് കുറവായിരുന്നു. അത് അപ്പോൾ ഞാൻ ഉണക്കി പൊടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് ഇതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുട്ടത്തോടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ അപ്പം ഞാൻ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ മുട്ടത്തോട് നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മൾ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് വേറൊരു വളം ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിത് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഓർഗാനിക് വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട വളങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് ചെറിയൊരു കറണ്ട് ചിലവാക്കിയാൽ നമുക്ക് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികൾക്ക് അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ മുട്ടത്തോടിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ മുട്ടത്തോട് നമുക്ക് ഇതുപോലെ നമുക്ക് പൊടിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമുക്ക് നമുക്ക് നിത്യേന നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പിന്നെ ഇതാണ് ഉള്ളി അല്ലേ, അത് സവാള വലിയുള്ളി എന്നും പറയും, നമ്മൾ സവാള എന്നും പറയും. അപ്പോൾ അത് സവാള നമുക്ക് നല്ലൊരു വളമാണ് കേട്ടോ. നല്ല ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനൊക്കെ, 10 മണി ചെടിയിലൊക്കെ പൂക്കൾ ഉണ്ടാവാൻ, ബുഗൺവില്ല പ്ലാന്റ്സിലൊക്കെ പൂക്കൾ ഉണ്ടാവാനൊക്കെ സവാളൻ്റെ തൊലി നമുക്ക് നല്ലതാണ്. അത് നമുക്ക് 3-4 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സവാളൻ്റെ നന്നായിട്ട് ഇതുപോലെ മുട്ടത്തോട് ഉണക്കിയ പോലെ നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുട്ടത്തോടിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തേക്ക് കാണിക്കാൻ പോകുന്നത് സവാള ഞാൻ വെള്ളത്തിലിട്ടതാണ് കാണിക്കുന്നത്. ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 3-4 ദിവസം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ
ഇതിന് പഴത്തൊലിൻ്റെ അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടൊരിതുണ്ടാവും. എങ്കിലും നമ്മളെ ചെടികൾക്ക് ഒരുപാട് ഗുണമുള്ള ഒരു വളമാണ് നമ്മുടെ ഈ ഒരു പിന്നെ ഉള്ളിത്തൊലി ഉള്ളിത്തൊലി നമുക്ക് വെറുതെ നമ്മൾ കളയുക ചെയ്യല്ലേ. ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്തും കറിയിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കളയുക ചെയ്യുക. പക്ഷേ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് കേട്ടോ ഈ ഒരു ഉള്ളിത്തൊലി. അപ്പോൾ ഉള്ളിത്തൊലിയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസും അങ്ങനെയുള്ള മെഗ്നീഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളിത്തൊലിയിൽ നമുക്ക് ഒരുപാട് മൂലകങ്ങളുണ്ട്. നമ്മൾ ചെടികൾക്ക് ഒരുപാട് മൂലകങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഇതും ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ട് എല്ലാം നേരിട്ട് നമ്മൾ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ നേരിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ ഇരട്ടി വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ 3 ഇരട്ടി വെള്ളത്തിലേക്കാക്കാൻ നമ്മൾ ആക്കി കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളത്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചത് ആ വെള്ളത്തിലേക്ക് ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച 4 വളങ്ങളും ഒരു ചെടിക്കല്ല കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ആദ്യത്തേത് കുറച്ച് ചെടികൾക്ക്, രണ്ടാമത്തെ വേറെ ചെടികൾക്ക്, അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ വളങ്ങളും നമ്മൾ ഒരുമിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളിത്തൊലി കൊണ്ടുള്ള വളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മാസം കൊടുത്താൽ അടുത്ത മാസമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പഴത്തൊലിൻ്റെ വളം കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ചിലവില്ലാതെ നല്ല കിടിലം വളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലൈക്കും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.